അവരെന്താ പറയാ, ഫീൽ ഗുഡ്, ഫീൽ പോസിറ്റീവ്, നല്ല അടിപൊളി ഫാമിലി ആയിട്ട്. ന്യൂ പുതിയത് പഴയതിലോട്ട് എപ്പോഴും പോണെന്തിനാ, അതൊക്കെ പോയി. അത് അടിപൊളിയായിരുന്നില്ലേ, അതിലും അടിപൊളിയായിരുന്നു. തൂക്കി ഹൃദയപൂർവ്വ ഹൃദയത്തിലേക്ക് ഏറ്റു. ലാലേട്ടന്റെ പ്രത്യേകതയാ, ലാലേട്ടനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ ലാലേട്ടൻ എന്ത് ചെയ്യുന്നു അതെല്ലാം ചെയ്യിപ്പിക്കും. ഇപ്പൊ ലാലേട്ടൻ ഡാൻസ് ചെയ്താ കൂടെ നമ്മളും ഡാൻസ് ചെയ്യിപ്പിക്കും, അല്ലെ അറിയാണ്ടാണെങ്കിൽ താളം പിടിക്കും എന്ന് പറയല്ലേ. ലാലേട്ടൻ മൂളിയ ആ മൂളത്തിനൊപ്പം നമ്മളും മൂളും. പഴയ ഗ്യാങ്ങിന്റെ ഒപ്പം ഞാനിരുന്ന് കണ്ടിട്ടുണ്ട്, ലാൽ ഫാൻസിന്റെ ഒപ്പം. ലാലേട്ടൻ എന്ന് പറഞ്ഞുള്ള മൂളലുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ ഒപ്പം തന്നെ എന്താ തിയേറ്ററിൽ മൊത്തം എന്നൊരു മൂളൽ വരും. എന്ന് പറഞ്ഞാല് ലാലേട്ടന്റെ എല്ലാ മൂമെന്റ്സും ഏറ്റെടുക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. അതായത് ലാലേട്ടന്റെ ഫാൻസ് അല്ലെങ്കിൽ കൂടി ചില പടങ്ങൾ കാണുമ്പോൾ ലാലേട്ടന്റെ ഫാനായി പോകും. അങ്ങനെ ഒരു മൂവിയായത്. ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ട്. എല്ലാം ലാലേട്ടന്റെ കണ്ണിറയുന്നത് ഒക്കെ കുറെ കാലമായിട്ട് ആ ഫീലിങ്സ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഈ പടത്തിൽ അതുണ്ട്. എല്ലാം ഫിനിഷ് ചെയ്തൊരു മൂവി. കൊള്ളാം. സംഗീത് തൂക്കി, ശ്രീനിവാസ് സാറിന്റെ കോപ്പി അവൻ തൂക്കി. എന്റെ മുന്നേ ഒരു രക്ഷയില്ല. എന്താ പറയാ, അവനെയും ലാലേട്ടനെ കോമ്പോ കാണുമ്പോ പഴയ ശ്രീനിവാസ് സാറും എന്താ പറയാ ഈ അക്കരയിലൊക്കെ അതേപോലെ അങ്ങനത്തെ ഒരു ഒരു രക്ഷയില്ലട്ടോ. ആ പയ്യൻ ലാലേട്ടന്റെ കോമ്പോ സൂപ്പറാ. ഇനി ദിലീപേട്ടനോടെയും കൂടി അവൻ വന്നാൽ രക്ഷ ഉണ്ടോ, തൂക്കുവാൻ. അവൻ കോമഡി തൂക്കി, ഒന്നും പറയാനില്ല. അവനാണ് കൗണ്ടർ അടിച്ചേക്കണേ.